ഗ്രാമാട്ടം എന്ന ചെറിയ കുട്ടികളുടെ ഒരു ചിത്രത്തിൻ്റെ സെറ്റിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ ഈ സിനിമയുടെ സംവിധായകനാണ്. അതിനകത്ത് ടീച്ചർ ഒരു കഥാപാത്രം ചെയ്യുന്ന ലത പാലക്കാട്, ലത ഉണ്ണി ആണ് യഥാർത്ഥ പേര്. അവരും ഇതിനകത്തൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. KT വിഷൻ്റെ ബാനറിലാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഇത് കുട്ടികളുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ചിത്രമാണ്. അതായത് ഹൈപ്പർ ആക്ടിവിറ്റീസുള്ള ഒരു കുട്ടി, പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ബാക്കിലായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ്റെ ശിക്ഷണത്തിലൂടെ വളർത്തി വലുതാക്കി അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റായിട്ട് മാറുന്നതാണ് ഈ ചിത്രത്തിൻ്റെ ഒരു കഥാതന്തു. ആ സ്കൂളിലെ ഒരു ടീച്ചർ കഥാപാത്രമാണ് ലത ഉണ്ണി ഇതിനകത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നീഷ്യന്മാരും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ആളുകളെയൊക്കെ നമ്മൾ നിശ്ചയിച്ച് ഒരുപാട് കുട്ടികളെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതൊരു സ്കൂൾ ബേസ് ചെയ്തിട്ടും +1 +2 വിദ്യാർത്ഥികളെ ബേസ് ചെയ്തിട്ടും ഒക്കെയുള്ള ഒരു കഥയാണ്. അപ്പോൾ എല്ലാതരം ആളുകൾക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും കുടുംബ സദസ്സുകൾക്കും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാവുന്ന ഒരു നല്ല ചിത്രമായിരിക്കും. നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹനം ഉണ്ടായിരിക്കണം. നിങ്ങളെല്ലാവരും ഇതിനകത്ത് ഈ സിനിമ വിജയിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ ആർട്ടിസ്റ്റ് ലത ഉണ്ണിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളതും കൂടെ നമുക്ക് കേൾക്കാം. എങ്ങനെയുണ്ടായിരുന്നു കഥാപാത്രങ്ങളൊക്കെ? നല്ല കഥാപാത്രം. ടീച്ചറുടെ കഥാപാത്രം എങ്ങനെയുണ്ട്? നല്ല കഥാപാത്രമാണ്. അതുപോലെ എനിക്ക് ഇതില് നല്ല കഥാപാത്രം. അച്ഛൻ ഇതിനകത്ത് ഈ ടീച്ചർ അതേപോലെ തന്നെ ജിതിൻ മാഷ് എന്ന് പറഞ്ഞ ഒരു 2 കഥാപാത്രങ്ങളുണ്ട്. കുറച്ച് ഏജ് ഓവർ ആയിട്ടുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ് കോർണർ ഇവർക്ക് 2 പേർക്കും ഉണ്ട്. അപ്പോൾ അവരിലൂടെ ഒരു കഥ മുന്നോട്ട് പോകുന്നതുമുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടിയെ ഹൈപ്പർ ആക്ടിവിറ്റീസിൽ നിന്ന് വളർത്തിയെടുത്ത് അങ്ങേയറ്റത്തേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രധാന പങ്ക് ടീച്ചർ വഹിക്കുന്നുണ്ട്, ഇല്ലേ? അങ്ങനെയല്ലേ ഇതിൻ്റെ കഥാപാത്രം? അപ്പോൾ ഈ സിനിമയിലേക്ക് ഇപ്പോൾ എത്ര സിനിമ ചെയ്തു, എന്തൊക്കെ ചെയ്തു എന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ആർട്ടിസ്റ്റ് ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്തു? കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ വെബ് സീരിയൽ ചെയ്തിട്ടുണ്ട്. കട്ട് അതെ ഭാഷ നല്ല അബദ്ധം പറ്റും.